നമസ്കാരം. പ്രമേഹവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രശ്നങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ പെരുപ്പ്, തരിപ്പ്, മരവിപ്പ്. അതുമായി ബന്ധപ്പെട്ട കുറേ നമ്മൾ ഡയറ്ററി റെസിപ്പീസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറേ നാളായി നമ്മൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയല്ല ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകളാണ്. ഈയിടെയായി എൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള കേസസ് വളരെ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ ഒരു റിസർച്ച് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ആഹാരത്തോടൊപ്പം തന്നെ പലതരം ചികിത്സാവിധികളും അതോടൊപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രമേ അതിനൊരു നല്ല ഫലം കിട്ടുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് 2 ആഴ്ച ചികിത്സിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഒരു 50% നല്ല സൗഖ്യം കിട്ടും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമ പ്രക്രിയകൾ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുപ്പ്, തരിപ്പ്, മരവിപ്പ് വരുന്നത്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് പ്രമേഹം. പ്രമേഹം ഒരു വലിയ വിഷയം തന്നെയാണ്, പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്റ്റ് എന്ന രീതിയിൽ നമ്മളുടെ ഓരോ രക്തക്കുഴലിലും ഞരമ്പിലും ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് രക്തക്കുഴലും ഞരമ്പുകളും എല്ലാം അടഞ്ഞു പോകും. അപ്പം ഞരമ്പിന് രക്തം കിട്ടണമല്ലോ. അപ്പോൾ രക്തക്കുഴൽ അടയുന്നത് മൂലം ഞരമ്പിന് രക്തം കിട്ടില്ല. അങ്ങനെയാണ് ഈ പെരുപ്പും, തരിപ്പും, മരവിപ്പും വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ ഈ പറയുന്ന ചികിത്സാവിധികളുണ്ട് നമുക്ക് കുറയ്ക്കാം. അത് ബിഗിനിങ് സ്റ്റേജിൽ കിട്ടിയാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. എനിക്ക് അത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ വളരെയധികം രോഗികളെ നമ്മളിപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ ചികിത്സകളാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നമ്മുടെ ആഹാര രീതികൾ തന്നെയാണ് പ്രധാനമായി വേണ്ടത്. അപ്പോൾ പ്രമേഹം കഴിഞ്ഞിട്ട് മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പ്രമേഹമില്ല, പക്ഷേ ഈ പറയുന്ന പെരുപ്പ്, തരിപ്പ്, മരവിപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പം കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയ്ക്കാണ് ഈ കൂടുതൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുന്നത്. അപ്പോൾ കൊറോണയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അത് കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷനാണ്. അപ്പോൾ ഞരമ്പിലും നമ്മുടെ രക്തക്കുഴലിനുമെതിരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു പെരുപ്പ്, തരിപ്പ്, മരവിപ്പ് ഒരു പ്രമേഹവും ഇല്ലാത്ത പേഷ്യൻസിന് കാണുന്നു. ഉറക്കമില്ലാത്ത രാവുകളെന്നാണ് അവർ പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം. എങ്കിലും ഈ ഒരു വലിയ രൂക്ഷത അതിന് കാണുകയില്ല. കൂടാതെ വാദസംബന്ധമായ പ്രശ്നത്തിൽ ഇത് കാണുന്നുണ്ട്. പിന്നെ ഡിസ്ക് തെറ്റൽ, ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, ഇവയിലൊക്കെ തന്നെയും ഞരമ്പ് തട്ടിയിട്ട് ഈ സൈഡിൽ കൂടെ പോകുമ്പം ഡിസ്ക് ഇങ്ങനെ ഒന്ന് തള്ളിയിരിക്കുമ്പോഴത്തേക്ക് സയാറ്റിക് നെർവും സൈഡിൽ കൂടെ പോകുന്ന നെർവ്സിനെ അത് പ്രസ് ചെയ്യുക വഴി കാലിലേക്കുള്ള പെരുപ്പും തരിപ്പും ഉണ്ടാകാം. അത് മറ്റൊരു കാര്യം. പിന്നെ പലപ്പോഴും മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ആക്സിഡൻറ്റ്, ഇങ്ങനെ വീണിട്ട് അതിൻ്റെ ഞരമ്പൊക്കെ മുറിഞ്ഞ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ, വളരെ വലുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പാരലൈസ്ഡ് ആയി പോകും. അതല്ല, ചെറിയ രീതിയിലൊക്കെയാണ് അതിലും പെരുപ്പും, തരിപ്പും, മരവിപ്പും ഉണ്ടാവാം. നമ്മളൊരു വീഴ്ച, നല്ലോണം മൂടിടിച്ച് വീഴുക എന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മൂടിടിച്ച് വീഴുക, അവർക്ക് ഈ ഡിസ്ക് തള്ളലുണ്ടാവാം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ബൈക്ക് യാത്ര, അതുപോലെ ഓട്ടോറിക്ഷ, ഇങ്ങനെ അതിലാകുമ്പോൾ ഈ ജേർക്കിംഗ് മൂവ്മെൻറ്റ്സ് കൊണ്ട് ഇതുപോലെ ഡിസ്ക് തള്ളിയിട്ട് ഇതുപോലെ പെരുപ്പും, തരിപ്പും, മരവിപ്പും ഉണ്ടാവാം കാലിലോട്ട്. അതുപോലെ സർവൈക്കൽ സ്പോണ്ടിലോസിസ്, അതിൽ കയ്യിലാണ് വരുന്നത്. കയ്യിൽ റെയ്നോൾഡ്സ് ഫിനോമിനൻ എന്ന രീതിയിൽ കാണാറുണ്ട്. കയ്യിൽ എപ്പോഴും എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. അതുപോലെ പെരുപ്പായിരിക്കും, മരവിപ്പായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇവയൊക്കെ തന്നെയും ഈ പെരുപ്പ്, തരിപ്പ്, മരവിപ്പ് ഉണ്ടാകുന്ന പല അസുഖങ്ങളാണ്. അപ്പോൾ ഇവയിലൊക്കെ തന്നെ നമ്മൾ ഓരോ ഡയറ്ററി മോഡിഫിക്കേഷൻ ഓരോന്നിനും ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും പല വീഡിയോസിലും. അത് കൂടാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ എൻ്റെ പുതിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ചെയ്യുന്നതാണ്. അതിലൊക്കെ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അതിൽ നമ്പർ 1 ആണ് ഈ പറയുന്ന ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു 14 തരം ചികിത്സകളുണ്ട്. അതിലൊന്ന്
വൈറ്റമിൻ B1, B6, B12 ഇഞ്ചക്ഷൻ നമ്മൾ അവിടെ കിടക്കുന്ന സമയത്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ മസാജസ് ഉണ്ട്. റിഫ്ലക്സോളജി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കാലിന് അടിവശത്ത് അക്യുപ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. ഈ അക്യുപ്രഷർ പോയിൻറ്റ്സിൽ നന്നായിട്ട് പ്രസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അക്യുപങ്ചർ കൊടുക്കും. അപ്പോൾ അതിലൂടെ ഈ ഞരമ്പിനെ ഒന്ന് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് പെരുപ്പ് കൂടുതലുള്ളവർക്ക്, മരവിപ്പ് കൂടുതലുള്ളവർക്ക് നല്ലൊരു റിസൾട്ട് അത് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പെരുപ്പും തരിപ്പും മാറുകയും ചെയ്യും. അത് മറ്റൊരു കാര്യം. അതോടൊപ്പം ഈ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസുകളാണ്. ആ എക്സസൈസുകൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പല പേഷ്യൻസും എന്നെ വിളിച്ച് പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ സ്റ്റെപ്പ് കയറുക, അവർ സ്ഥിരമായിട്ട് സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ, എങ്കിലും അത് പിടിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് എല്ലാ ദിവസവും സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രക്തക്കുഴലും ഞരമ്പും ഒക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ശരിയായിട്ട് വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നാണെങ്കിൽ മസാജ് ചെയ്യുക. നമ്മുടെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, വെർജിൻ കോക്കനട്ട് ഓയിലും ലേശം ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് പാദം മുകളിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ തുടയുടെ ഭാഗത്തേക്ക് മസാജ് ചെയ്യുക. അങ്ങനെ ഈ മസാജിങ് ടെക്നിക്സും രാവിലെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തോ നന്നായിട്ട് ചെയ്യുക വഴി കുറേ റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഒരു എക്സലൻറ്റ് റിസൾട്ട് ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന എൻ്റെ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അലോപ്പതി ചികിത്സയിൽ പ്രിഗാബാലിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും അല്ലെങ്കിൽ ഒരു അമിട്രിപ്റ്റലിൻ, നെക്സ്പ്രോ എന്നുള്ള മെഡിക്കേഷൻസൊക്കെയാണ് അതിനുള്ളത്. പിന്നെ B1, B6, B12 ഞാൻ കൊടുക്കുന്നതാണ്. അത് നമ്മളുടെ നല്ലൊരു മെഡിക്കേഷനാണ്. ഇഞ്ചക്ഷൻ ഫോമിൽ തന്നെയാണ് അത് കൊടുക്കേണ്ടത്. വായിൽ നമ്മളൊരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ വയറിനകത്തുള്ള ഒരു ഇൻട്രൻസിക് ഫാക്ടർ ഈ പ്രമേഹം ഉള്ള രോഗികളിൽ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ B1, B6, B12 ഓറൽ ഫോമിൽ, ടാബ്ലറ്റ് ഫോമിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് വയറിനകത്ത് നിന്നും ആഗീകരണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചക്ഷൻ ഫോമിൽ കൊടുക്കുമ്പം അതിനൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ള എൻ്റെ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നതിനകത്ത് ഹെർബൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് തന്നെ ദശപുഷ്പം എന്ന് പറയും. അത് വളരെയധികം ഈ രക്തക്കുഴലിനെയും ഞരമ്പിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പുതിയതിനെ കിളിപ്പിക്കാനും സഹായിക്കുന്നതാണ്. അതോടൊപ്പം വീറ്റ് ഗ്രാസ് പൗഡർ എന്ന് പറയുന്നത്, അത് വീറ്റ് എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ മുള ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും വളരെ നല്ലതാണ്. മഗ്നീഷ്യം കണ്ടൻറ്റ്, അതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അവ വളരെ റിസൾട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ. പിന്നെ അതുപോലെ കരിഞ്ജീരകത്തിൻ്റെ ക്യാപ്സ്യൂൾസ്, ബ്ലാക്ക് സീഡ് ഓയിൽ ക്യാപ്സ്യൂൾ, ഫ്ലാക്സ് എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ, അത് ഗ്രേപ്സിൻ്റെ സീഡിൻ്റെ എക്സ്ട്രാക്റ്റ്, അതോടൊപ്പം കിന്നോട്ടക്കാര, അത് മറ്റൊരു ഡിറ്റോക്സിഫൈങ് പാച്ചാണ്, അഡ്ഹസീവ് പാച്ചാണ് അത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഈ റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഒരു ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരു 2 ആഴ്ചക്കകത്ത് പൂർണ്ണമായിട്ട് ഇത് മാറ്റാൻ പറ്റും. പിന്നെ ലേറ്റർ സ്റ്റേജിലാകുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. എന്നാലും മോർ ദാൻ 50% ഈ 14 ദിവസം കൊണ്ട് തന്നെ മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഈ ചികിത്സകളെല്ലാം തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ടിന്യൂ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രമേഹം ഉള്ളവരാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുക. എൻ്റെ LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ വ്യായാമ പ്രക്രിയകൾ, സ്റ്റെപ്പ് കയറുക, ഇറങ്ങുക, അതുപോലെ തന്നെ മറ്റൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കുളിക്കുന്ന സമയത്ത് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് മഗ് കൊണ്ട് കോരി ഒഴിക്കുന്ന നേരത്ത് നിങ്ങൾ കുനിഞ്ഞെടുക്കാതെ മുട്ട് മടക്കിയിട്ടെടുക്കാൻ നോക്കുക. മുട്ട് മടക്കിയിട്ട് അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുന്ന വഴി അവിടെയുള്ള നമ്മുടെ കാഫ് മസിൽസ്, അതായത് വണ്ണയുടെ ആ ഭാഗത്തുള്ള രക്തക്കുഴൽ ഞരമ്പും കുറച്ചുകൂടെ പ്രവർത്തനക്ഷമമാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഓടുക പറ്റുന്നവർക്കാണ്. ഈ പറയുന്ന പോലെ ബാലൻസ് പോയി കിടക്കും. ഈ കുറച്ച് ഞരമ്പും രക്തക്കുഴലും ഒട്ടും ഇല്ലാതിരിക്കുന്നവർക്ക് പെരുപ്പ് മരവിപ്പ് കൂടിക്കഴിഞ്ഞാലും മരവിപ്പുള്ളവർക്ക് ബാലൻസേ കിട്ടില്ല. അത് ഓർമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി കൂടുതലായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇത് വളരെ നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം
എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.